ഇനി ഏട്ടാ ആലോചിക്കേണ്ടത് ഇനി പുതിയ ഇറങ്ങാൻ പോകുന്ന ആൽബത്തില് ഏത് പാട്ട് പാടും, എങ്ങനെ അത് അവതരിപ്പിക്കും, ആൻഡ് യു നോ ഓൾ ദാറ്റ്. सर्वमङ्गल्यमाङ्गल्यं शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोऽस्तुते. എനിക്കെന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നത്? അദ്ദേഹത്തിന് ബോധം വന്നു, അദ്ദേഹം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. എനിക്ക് സന്തോഷമല്ലേ തോന്നേണ്ടത്? എന്തിനാ ഇത്ര വിഷമം വരുന്നത്? അമ്മ അദ്ദേഹത്തിന് പുതിയ ജീവിതം നൽകി. എന്റെ സുമംഗലി ഭാഗ്യം സംരക്ഷിച്ചു. എന്നിട്ടും എനിക്ക് അമ്മയോട് പറയാൻ പരാതി മാത്രമാണല്ലോ. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴൊക്കെ എന്നോട് സംസാരിക്കണമെന്നും എന്നെ നോക്കണമെന്നും ആഗ്രഹിച്ചു. ഇപ്പൊ അദ്ദേഹത്തിന് ബോധം വന്നു, കണ്ണു തുറന്നു, സംസാരിച്ചു. പക്ഷെ എന്നെ മറന്നുപോയി. എനിക്കിപ്പോ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ മാത്രമേ കഴിയൂ, സംസാരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ തൊടാനാകും, പക്ഷെ കെട്ടിപ്പിടിക്കാനാകില്ല. ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ കൂടി കഴിയുന്നില്ല. ഇത്രയും നാള് ഞാൻ എല്ലാത്തിനോടും പോരാടി. എന്റെ പ്രതീക്ഷ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ ബുദ്ധിമുട്ടും മാറുമെന്ന് കരുതി. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ആലിയും തനുവും ഇനി അദ്ദേഹത്തോട് കള്ളം പറയില്ല. എന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റാനായി ശ്രമിക്കില്ല. കാരണം അദ്ദേഹം തന്നെ എന്നെ മറന്നുപോയില്ലേ? പ്ലീസ്, ഇത്രയും നാളും അമ്മ എനിക്ക് ഒരുപാട് ധൈര്യം തന്നു. കുറച്ചുകൂടി ധൈര്യം എനിക്ക് തരണേ പ്ലീസ്. എനിക്ക് കാത്തിരിക്കുന്നതിൽ ഒരു വിഷമവും ഇല്ലമ്മ. ജീവിതകാലം മുഴുവനും കാത്തിരിക്കാൻ ഞാൻ. പക്ഷെ അദ്ദേഹത്തിനോടൊപ്പം ഒരു ജീവിതം ഉണ്ടാകുന്ന അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല. ഇന്ന് വരെ അദ്ദേഹം എന്നിൽ നിന്ന് അകന്നിരുന്നു. പക്ഷെ എനിക്ക് അറിയായിരുന്നു അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ആ വിശ്വാസമായിരുന്നു എന്റെ ബലം. ഇപ്പൊ എന്നെ സ്നേഹിക്കുന്നത് പോയിട്ട് എന്നെ തിരിച്ചറിയുന്ന കൂടി ഇല്ലല്ലോ. ഞാൻ ഇനി എങ്ങനെ അദ്ദേഹത്തെ സ്വന്തമാക്കും അമ്മ? എനിക്കറിയാം, ഞാൻ ചോദിക്കുന്നതൊക്കെ അമ്മ എനിക്ക് തന്നിട്ടുണ്ടെന്ന്. എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ സുമംഗലി ഭാഗ്യം പോലും അമ്മ എനിക്ക് തന്നത് തന്നെയാണ്. പക്ഷെ എനിക്ക് കുറച്ച് ധൈര്യം കൂടി വേണം. എനിക്കിനി ആരോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അമ്മ പ്ലീസ്, പ്ലീസ് അദ്ദേഹത്തിന് എല്ലാ ഓർമ്മകളും തിരികെ നൽകും. എനിക്ക് അദ്ദേഹം ഇല്ലാതെ ജീവിക്കാനാകില്ല അമ്മ. എനിക്ക് ജീവിക്കാനാകില്ല. പ്ലീസ്, പ്ലീസ്. മാം, അഭിസാറിന് വേണ്ടി എന്താ തയ്യാറാക്കേണ്ടതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് ഒരു കാര്യം ചെയ്യൂ, ചിക്കൻ സൂപ്പ് ഉണ്ടാക്കൂ, ഫ്രൈഡ് റൈസും. എണ്ണ അധികം ഉപയോഗിക്കണ്ട, പിന്നെ ഉപ്പും അധികം വേണ്ട. ഞാൻ വന്നിട്ട് ആവശ്യത്തിനിടാം. ഓക്കെ മാം. പ്രിയ മാഡം, മാം
എന്തു പറ്റി? മാം ഒന്ന് മാമിന്റെ റൂമിലേക്ക് എൻ്റെ കൂടെ ഒന്ന് വരുമോ പ്ലീസ്? എന്ത് പറ്റിയെന്ന് പറയൂ. മാം ഒന്ന് പെട്ടെന്ന് വാ പ്ലീസ്. നിങ്ങൾ രണ്ടുപേരും എന്തായി ചെയ്യുന്നേ? ഓ യു നോ 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 ഈസി ഈസി കാം ഡൗൺ. എന്താ രണ്ടുപേരും നിങ്ങൾക്ക് കാണിക്കുന്നത്? എങ്ങനെ ധൈര്യം വന്നു എന്റെ No. സാധനങ്ങൾ? ധൈര്യമോ? ഞങ്ങൾ ഇപ്പൊ ഇവിടെ ചെയ്യുന്ന ജോലിക്ക് ധൈര്യമല്ല, അവകാശമാണ് ആവശ്യമുള്ളത്. പിന്നെ ഇത് എന്റെ ഏട്ടന്റെ മുറിയ. ഇവിടെ എന്ത് ചെയ്യണോ അത് ഞാൻ ചെയ്തിരിക്കും. പിന്നെ ഞങ്ങൾ ഈ വീടൊക്കെ വൃത്തിയാക്കി എടുക്കുക. എന്താണെന്നറിയോ, നമുക്ക് ഈ റൂം ക്ലീൻ ചെയ്യണം. മുറി വൃത്തിയാക്കുമ്പോൾ എന്റെ സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയേണ്ട കാര്യം എന്താ? നിന്റെ സാധനമോ? എനിക്കിപ്പോ വേണമെങ്കിൽ നിന്നെ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാം. പക്ഷെ ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നീ ഏട്ടന്റെ ലൈഫിൽ നിന്ന് മാത്രമല്ല, ഏട്ടന്റെ മെമ്മറിയിൽ നിന്ന് തന്നെ ഡിലീറ്റ് ആയിരിക്കുന്നു. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം, നിന്റെ സാധനം ഞങ്ങൾ പുറത്തറിയാം. വീട്ടിൽ നിന്ന് നീ തന്നെ സ്വയം പുറത്തു പോയാൽ മതി. ഞാൻ എവിടെയും പോവില്ല, മനസ്സിലായോ? അദ്ദേഹം എന്നെ മറന്നു എന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ മറക്കണമെന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഓർമ്മയാ നഷ്ടമായത്. ഞങ്ങളുടെ വിവാഹ ബന്ധം അവസാനിച്ചിട്ടില്ല. ആ ബന്ധം ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ ഉണ്ടാകും. അതിനിടയിൽ നിങ്ങൾ എന്റെ സാധനങ്ങൾ എങ്ങനെ തൊട്ട നീ എന്ത് ചെയ്യും? വഴക്കുണ്ടാക്കോ അതോ അടിക്കോ? താനുവിനെ അടിച്ച പോലെ ഇനി എന്നെ അടിക്ക് എന്ന് കാണട്ടെ. ഏട്ടൻ നാളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവും, എന്നിട്ട് ഇവിടെ വരും. ഡോക്ടർ എന്ത് പറഞ്ഞു എന്ന് നീ കേട്ടതല്ലേ? അദ്ദേഹത്തിന്റെ ഓർമ്മകൾ 2.5 വർഷം പുറകിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഈ മുറിയിലെ രീതികളും 2.5 വർഷം മുൻപ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആക്കണം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി, അച്ചമ്മ, വല്യച്ഛൻ, വല്യമ്മ, മൈഥിലിയെടുത്തി, രാജേട്ടൻ, ആകാശ്, പിന്നെ തനുവും പ്രണവും ഇടയ്ക്കൊക്കെ വന്നു പോവായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ. പക്ഷെ അന്ന് നീ ഉണ്ടായിരുന്നില്ല. ഇനി ഒരിക്കലും നീ ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് ഈ മുറിയിലെ സാധനങ്ങൾ എന്റെ ഏട്ടന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചായിരിക്കും. ഏട്ടന്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ചായിരിക്കും. യു നോ വാട്ട്? നിന്റെ എല്ലാ ഡ്രസ്സും, നിന്റെ എല്ലാ ഫോട്ടോസും, ഈ ഫോട്ടോസിലൊക്കെ നീയും ഏട്ടനും ഒരുമിച്ചാണ്. ഇത് മുഴുവൻ ഇതെങ്ങനെയാ ജസ്റ്റിഫൈ ചെയ്യാ? അദ്ദേഹത്തിന്റെ മുന്നിൽ നീ ആരാ? ഏട്ടനെ ഡിസ്റ്റർബ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു കാര്യവും കാണിക്കാൻ പറ്റില്ല. നിനക്ക് എന്താ മനസ്സിലാവാത്ത? പിന്നെ നിനക്കൊതല്ലേ ആവശ്യം? ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ വരില്ല, ഒരിക്കലും വരില്ല. നിനക്ക് എന്താ മനസ്സിലാവാത്ത? Why don't you just try to understand? നിനക്ക് എന്താ വേണ്ടത്? നീ എന്താ അദ്ദേഹത്തിന്റെ മുന്നിൽ സുമംഗലിയായി നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന് റിയലൈസും ആവരുത്. നീ എന്താ അദ്ദേഹത്തിന്റെ മുന്നിൽ സിന്ദൂരം അണിഞ്ഞ് കഴുത്തിൽ താലി അണിഞ്ഞ് നടന്ന അദ്ദേഹം ആലോചിക്കില്ലേ? അല്ല, ഇത് നമ്മുടെ വീട്ടിൽ ഏത് സ്ത്രീയാണ് ഇങ്ങനെ താലിയും സിന്ദൂരവും ഒക്കെ അണിഞ്ഞ് നടക്കുന്നേന്ന്? എന്നിട്ട് അദ്ദേഹം അതോർത്ത് സ്ട്രെസ്ഡ് ആവുമ്പോ അദ്ദേഹത്തിന്റെ തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടും. പിന്നെ അദ്ദേഹം മരിച്ചു പോകണം, അതല്ലേ നീ ആഗ്രഹിക്കുന്നേ? ഇല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. What do you want? നീ എന്താ വിചാരിക്കുന്നത്? നീ ഇവിടെ കിടന്ന് ഒളിച്ചു കളിക്കാവുന്നോ? ഇല്ല പ്രിയ, അങ്ങനെ സാധിക്കില്ല. നീ അദ്ദേഹത്തിന്റെ ഒപ്പം ഒളിച്ചു കളിക്കുകയല്ല, നീ അദ്ദേഹത്തിന്റെ ജീവൻ വെച്ചാ കളിക്കുന്നേ. ഒരു സമയത്ത് നീ അദ്ദേഹത്തിന് എല്ലാമായിരുന്നു പ്രിയ. പക്ഷെ ഇപ്പോ ആ സമയം മാറി. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാവാം. ഞാൻ അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. ഐ ബിലീവ് യു പ്രിയ. എന്റെ മനസ്സ് പറയുന്നു നീ പറയുന്നത് ശരിയാണെന്ന്. ഞങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയാണെന്ന്. നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ ആഗ്രഹമില്ലേ? എങ്കിൽ വരൂ പ്രിയ, ഞങ്ങളെ സഹായിക്കേ. ഇതാ നിന്റെ ബാഗ് പിടിക്കേ. വെരി നൈസ്. ഇതാ നിന്റെ ബുക്സ് എല്ലാം പിടിക്കേ. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തെറി. വെരി നൈസ്. ഇനി ഇങ്ങനെ എല്ലാ സാധനങ്ങളും കമോൺ, വേഗം എടുത്ത് പുറത്തെറിയ. നീ എങ്ങനെയാ പ്രിയോട് സംസാരിക്കുന്നത്? നിനക്കറിയോ ഈ വീടിന് വേണ്ടി, അബിക്ക് വേണ്ടി എന്തുമാത്രം സാക്രിഫൈസ് ചെയ്തു? ഇവള് ത്യാഗത്തിന്റെ ദേവിയാ. ദേവിയോട് ഇങ്ങനെ സംസാരിക്കരുത് നീ. അബിക്ക് വേണ്ടി ഈ വീട് ഉപേക്ഷിച്ചു. സ്വന്തം രൂപം വരെ അവള് മാറ്റി. നിനക്കറിയോ, സ്വന്തം സഹോദരിയെ പോലെ അവൾക്ക് നഷ്ടമായി. സ്വന്തം അമ്മയുടെ ജീവൻ നഷ്ടപ്പെടാതെ എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ടത്? നീ ഇങ്ങനെയൊക്കെയാണ് എന്നിട്ട് അവളോട് സംസാരിക്കുന്നത്? കുറച്ചൊക്കെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കൂ. പിന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ഈ പ്രിയ എന്തൊക്കെ ചെയ്തു, പക്ഷേ ഒന്നും അവൾക്ക് തിരിച്ചു കിട്ടിയില്ല. നീ തന്നെ ഇവളോട് ചോദിക്ക്, എന്താ കിട്ടിയെന്ന്. ഇവൾക്കൊന്നും കിട്ടിയില്ല. ഇനിയൊന്നും കിട്ടാനുള്ള ചാൻസും ഇല്ല. ഐ മീൻ, അബി പ്രിയെ മറന്നുപോയി. പ്രിയ എന്നുള്ള പേര് പോലും മറന്നു. ഇനി നീ അബിയുടെ മുന്നിൽ പോയാലും ഭാര്യ എന്നല്ല, ഏതോ അഗതിയാണെന്ന് കരുതി നിന്നെ ഇവിടുന്ന് പുറത്താക്കും.
പക്ഷെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ വീട് മാത്രമല്ല ഈ ലോകം തന്നെ വിട്ടുപോയേനെ. പിന്നെ നീയും പറഞ്ഞല്ലോ അബി ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോയി മരിക്കുമായിരുന്നു എന്ന്. പിന്നെ ഇവിടെ എന്തിനാ നിൽക്കുന്നേ? പോയി ചാവ, എന്നിട്ട് അബിയെങ്കിലും വെറുതെ വിടുന്നു. ഷീസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. പ്രിയ, എന്താന്നറിയോ, ഇനി ഏട്ടനും നിന്നെ ഓർക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ മതി പ്രിയ, ഇന്നഫ്. എന്ന് വരെ ഇങ്ങനെ ആർഗ്യൂ ചെയ്തോണ്ടിരിക്കും, എന്ന് വരെ ഇങ്ങനെ വഴക്കിട്ടോണ്ടിരിക്കും. ഡോണ്ട് യു റിയലൈസ് ദാറ്റ് യു ഹാവ് ലോസ്റ്റ്? നീ തോറ്റു കഴിഞ്ഞു. ഭർത്താവിന് വേണ്ടി എപ്പോഴും സാക്രിഫൈസ് ചെയ്യാൻ നിനക്ക് വളരെയധികം കൊതിയല്ലേ പ്രിയ? എന്നാ പിന്നെ ഇപ്പൊ അദ്ദേഹത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യ്. അദ്ദേഹം നിന്നെ എന്നും എന്നേക്കുമായി മറന്നിരിക്കുന്നു. അതുകൊണ്ട് നീയും അദ്ദേഹത്തെ മറക്കണം. അദ്ദേഹത്തിന്റെ ലൈഫിൽ നിന്നും നീ എന്നും എന്നേക്കുമായി പോകണം പ്രിയ. നിന്റെ കഴുത്തിലെ ഈ താലിയും നിന്റെ നെറ്റിയിലെ ഈ സിന്ദൂരവും മാറ്റിയേക്ക്. കാരണം അൺഫോർച്ചുനേറ്റ്ലി നിന്റെ ഈ സിന്ദൂര ഭാഗ്യം എന്റെ ഏട്ടൻ അതൊരു ദുർഭാഗ്യമായി മാറിയിരിക്കുക. സോ ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ആർ ലൈഫ്. അല്ലെ, ഇതൊക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നേ? ഇവളെ ഇവിടുന്ന് നമ്മൾ എന്തായാലും പുറത്താക്കും. ചെയ്യാൻ വന്ന ജോലി നമുക്ക് ചെയ്യാം. ഇവളുടെ സാധനങ്ങൾ എടുത്ത് ഈ വീടിന്റെ പുറത്തേക്ക് എറിയേ. You're so right, തനു. തുടക്കം ഏറ്റവും ആദ്യം ചെയ്ത തെറ്റിൽ നിന്ന് തന്നെ ആവാം. തൊട്ട് പോരുതത്. Okay, if you insist. അദ്ദേഹത്തിന്റെ മെമ്മറിയിൽ നിന്ന് എന്റെ ഓർമ്മകൾ മാത്രം നഷ്ടമായത്. അദ്ദേഹത്തോട് എനിക്കുള്ള സ്നേഹം ഒരിക്കലും നഷ്ടമായിട്ടില്ല. എനിക്കറിയാം അദ്ദേഹത്തിന് എന്നെ ഓർമ്മ കാണില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഞാൻ ഉണ്ടാവും. എന്നോടുള്ള പ്രണയം ഒരിക്കലും നഷ്ടാവില്ല. നിങ്ങൾ എല്ലാരും ഈ വീട്ടിലുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ചുറ്റും നിന്നാലും അദ്ദേഹത്തിന് ഒരു കുറവ് ഉറപ്പായും തോന്നും. അദ്ദേഹത്തിന് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും ആരോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴില്ലെന്ന്. സത്യം എന്താന്ന് വെച്ചാ എനിക്ക് അദ്ദേഹത്തെ വിട്ടു പോവാനാവില്ല. നീ എന്താ കരുതിയേ? എന്റെ കല്യാണ ഫോട്ടോ എടുത്തെറിഞ്ഞ എന്റെ കല്യാണം ഇല്ലാതാകുമെന്നോ? നിങ്ങൾക്കൊക്കെ എന്താ തോന്നിയേ? അദ്ദേഹത്തിന്റെ ഓർമ്മയില്ലായ്മ മുതലെടുത്ത് നിങ്ങൾക്ക് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാന്നോ? ഞങ്ങളെ വേർപിരിക്കാന്നോ? എന്നാ മറവി ബാധിച്ചത് നിങ്ങളെയാ. ഞങ്ങളുടെ ബന്ധം ജന്മങ്ങൾക്ക് മുൻപ് ഉണ്ടായതാ. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ അത് തകർക്കാൻ കഴിയില്ല. എന്ത് ചെയ്യും നിങ്ങള്? എന്റെ സാധനങ്ങൾ എടുത്ത് പുറത്തറിയോ? പക്ഷെ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനാവില്ല. എനിക്ക് വരേണ്ടിയിരുന്നു ഒരു വലിയ ദുരന്തം അദ്ദേഹം സ്വയം ഏറ്റെടുത്തത്. ഞാൻ ഇങ്ങനൊരു സമയത്ത് അദ്ദേഹത്തെ വിട്ടു പോവില്ല. പിന്നെ നിങ്ങളൊക്കെ അദ്ദേഹത്തെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെല്ലാം ഞാൻ നേരിടും. എന്നിട്ട് നിങ്ങളെല്ലാം ഈ വീടിന് പുറത്താക്കും. എനിക്ക് ശത്രുവായി വന്ന് അദ്ദേഹത്തെ നോക്കാമെങ്കിൽ, നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ പോകാതെ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനാകും. ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരികയില്ല. പക്ഷെ അദ്ദേഹം എന്റെ മുന്നിൽ ഉണ്ടാവുമ്പോ എന്റെ ധൈര്യം കൂടും. ഇനി അബിയുടെ ഓർമ്മകൾ ഒരിക്കലും തിരിച്ചു വന്നില്ലെങ്കിലും വരണ്ട എങ്കിലും എനിക്ക് കുഴപ്പമില്ല. അദ്ദേഹത്തിന് ഒരിക്കലും എന്നെ ഓർമ്മ വന്നില്ലെങ്കിലും അദ്ദേഹം കുടുംബത്തിൽ സന്തോഷമായി കഴിയുന്നത് കാണുമ്പോ എനിക്ക് സന്തോഷാവും. എന്റെ നെറ്റിയില് അദ്ദേഹത്തിന്റെ പേരിലുള്ള സിന്ദൂരം അണിഞ്ഞ് അദ്ദേഹം ഒപ്പം ഉള്ളതായി സങ്കല്പിച്ച് ജീവിക്കും. പ്രിയ, അച്ഛമ്മ, അച്ഛമ്മ നോക്ക് അച്ഛമ്മ, ഇവര് രണ്ടുപേരും എന്താ ചെയ്തെന്ന്. എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തറിയ ഇവര്. അച്ഛമ്മ ഇവരോട് പറ ഞാൻ എവിടെയും പോവില്ല, ഇത് എന്റെ വീടാണെന്ന്. ഞാൻ എവിടെയും മോളെ നീ ഇപ്പൊ എന്റെ കൂടെ വാ. ഞാൻ എവിടെയും പോവില്ല അച്ഛമ്മ. ഇവരെന്താ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഓർമ്മ നഷ്ടമായ വിവാഹബന്ധം ഇല്ലാതാവോ? ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ? ഇപ്പൊ നീ എന്റെ കൂടെ വാ, ഞാൻ പറഞ്ഞല്ലോ. ഇവര് രണ്ടുപേരും അദ്ദേഹത്തെ ശ്രദ്ധിക്കില്ല അച്ഛമ്മ. എന്നെ കൊണ്ട് മാത്രമേ അതിന് കഴിയൂ. ഞാൻ വാ, മാത്രമേ അദ്ദേഹത്തെ കൂടെ വാ. ഏറ്റവും നന്നായി നോക്കൂ. എന്റെ കൂടെ വാ. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അച്ഛമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലേ? ഇവര് രണ്ടുപേരും അദ്ദേഹത്തിനെതിരായി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നത്. ഇവരെന്താ കരുതിയത്? ഇവരിങ്ങനെയൊക്കെ കടിച്ചാൽ ഞാൻ ഈ വീട് വിട്ട് പോകുന്നോ? അതിന് എന്നെ കിട്ടില്ല. ഞാൻ എവിടെ പോവില്ല. അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ പോവില്ല അച്ഛമ്മ. അദ്ദേഹം ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഇവരെ രണ്ടുപേരും കാരണമല്ലേ അദ്ദേഹം ഇങ്ങനെ ആയത്. അച്ഛമ്മ, അദ്ദേഹം വീട്ടിൽ വരുമ്പോ അച്ഛമ്മ നോക്കിക്കോ ഞാൻ ഇവരെ എന്ത് ചെയ്യുന്നു. ഇവരെ രണ്ടുപേരും കാരണോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത്. എന്നിട്ട് ഇവരെ എന്നോട് ഇവിടുന്ന് പോവാൻ പറയുന്നു. ഞാനല്ല, ഇവരാ ഉത്തരവാദികള്. ഇവരാ അപകടകാരികള്. അച്ഛമ്മ,
ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ പാടില്ല. അച്ഛമ്മ, ഞാൻ പറയുന്ന കേൾക്കാം. നമ്മൾ ഉടനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. അച്ഛമ്മ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവില്ലേ? എനിക്കറിയാം. അച്ഛമ്മ തന്നെ പുതിയ പ്ലാൻ കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കണം. എന്തെങ്കിലും പറയാ അച്ഛമ്മ. നീ ഇവിടെ നിന്ന് പൊയ്ക്കോ. അഭി ഇവിടെ തിരിച്ചു വരുന്നതിന് മുൻപ് നീ ഈ വീട് വിട്ടു പോകണം. എന്താ അച്ഛമ്മയാണോ ഇങ്ങനെ പറയുന്നത്? അച്ഛമ്മയ്ക്ക് അറിയില്ലേ ഞാൻ അദ്ദേഹത്തെ എത്രമാത്രം? അച്ഛമ്മയ്ക്ക് അറിയാം അദ്ദേഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല എന്ന്. എന്നിട്ട് എങ്ങനെയാ ഈ വീട് വിട്ടു പോവാൻ അച്ഛമ്മ എന്നോട് പറഞ്ഞത്? അച്ഛമ്മ ഉദ്ദേശിച്ചത് അദ്ദേഹം ഇവിടെ വരുമ്പോ ഞാൻ ഇവിടെ മുന്നിൽ നിൽക്കാൻ പാടില്ല എന്നാണെങ്കിൽ 2-3 ദിവസം ഞാൻ വീട്ടിൽ പോയി നിന്നിട്ട് വരാം. അല്ലാതെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാനാവില്ല. അദ്ദേഹം എല്ലാം മറന്നു കാണും, പക്ഷെ ഞാനൊന്നും മറന്നിട്ടില്ല. ഞാനിങ്ങനെ മറക്കും? വിവാഹത്തിന്റെ അന്ന് ഞാൻ നൽകിയ വാക്കുകൾ അതെനിക്ക് അച്ഛമ്മയല്ല എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചേ. അച്ഛമ്മയല്ല എന്റെ അദ്ദേഹത്തിന്റെ വിവാഹം നടത്തിയത്. എന്നിട്ട് പറഞ്ഞില്ല എന്നോട് പഞ്ചപാവമാണ്. തെറ്റേതാ ശരി ഏതാന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളതുപോലെ തന്നെ ശത്രുക്കളും ഉണ്ടെന്ന്. എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് വാക്ക് വാങ്ങിയില്ല അച്ഛമ്മ. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ നോക്കിക്കൊള്ളൂന്ന്. സ്വന്തക്കാരായി അഭിനയിച്ച് ശത്രുക്കളായി നിൽക്കുന്ന എല്ലാവരെയും അകറ്റണമെന്ന് എന്നോട് അച്ഛമ്മയല്ലേ പറഞ്ഞത്. അദ്ദേഹത്തെ രക്ഷിക്കണമെന്നും പറഞ്ഞില്ലേ? എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവണമെന്നും. എന്നിട്ടിപ്പോ എന്റെ ആവശ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഈ സമയത്ത് എന്നോട് പോവാൻ പറയാ. അതും അവരെ വിശ്വസിച്ചിട്ടല്ലേ? അവരിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനല്ലേ എന്റെ രൂപം വരെ മാറ്റിച്ചത്. അച്ഛമ്മ തന്നെയല്ലേ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശത്രുവായി അഭിനയിക്കാൻ. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ മാത്രമല്ല ഈ കുടുംബത്തിന്റെ ശത്രുവായില്ലേ? ഇനി എനിക്ക് വയ്യ അച്ഛമ്മ. അച്ഛമ്മ പറയുന്നത് എന്തു അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ പറയല്ലേ. അദ്ദേഹം ഇല്ലെങ്കിൽ മരിച്ചു പോവും ഞാൻ. അദ്ദേഹത്തെ വിട്ട് എവിടെയും പോവില്ല ഞാൻ. എന്നോട് ക്ഷമിക്കും മോളെ. അതെ, ഞാനാണ് നിന്നെ എൻ്റെ അഭിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. ഞാനാണ് നിന്നെ വീണ്ടും ഇവിടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും. കാരണം നിനക്ക് നിന്റെ സുമംഗലി ഭാഗ്യം കിട്ടാനായിട്ട്. എന്നിട്ട് ഇന്ന് ഞാൻ തന്നെയാണ് പറയുന്നത് നീ അഭിയിൽ നിന്ന് അകന്ന് ദൂരെ എവിടെയെങ്കിലും പോണമെന്നും. മോളെ, എന്നെ തെറ്റുകാരിയായി കാണരുത്. ഞാൻ അന്നെടുത്ത തീരുമാനവും ഇന്നെടുക്കാൻ പോകുന്ന തീരുമാനത്തിന് പിന്നിലും അഭിയുടെ സന്തോഷം മാത്രമാണുള്ളത്. ഞാൻ അവന്റെ നന്മയ്ക്കു വേണ്ടിയാണ് നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതും ഈ വീട്ടിൽ കൊണ്ടുവന്നതും. ഇന്ന് അവന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നിന്നോട് ഈ വീട്ടിൽ നിന്ന് പോകാൻ പറയുന്നതും. എനിക്കറിയാം ഈ സമയത്ത് ഞാൻ അഭിയെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന്. നിന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്നും. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ മോളെ? എനിക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. അഭിയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. ഞാൻ അവന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ വീട്, കുടുംബം എല്ലാം അവന്റെയാണ്. അവനെന്തെങ്കിലും പറ്റിയാൽ മോളെ ഇതെല്ലാം ഇല്ലാതാവും. എല്ലാം ഇല്ലാതാകും. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഭിയെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നീ തന്നെയാണെന്ന്. പക്ഷെ മോളെ, നിന്റെ ഈ സ്നേഹമുണ്ടല്ലോ, ഈ സമയത്ത് അവന് ബുദ്ധിമുട്ട് മാത്രമേ നൽകുകയുള്ളൂ. എനിക്കറിയാം നീ അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്ന്. അതുകൊണ്ട് മോളെ, ഞാൻ നിന്നോട് പറയുക, നീ അവനിൽ നിന്ന് അകന്നു പോകൂ. ഈ വീട് ഉപേക്ഷിച്ച് പൊയ്ക്കൊള്ളൂ കുഞ്ഞെ. സീതാദേവി അവരുടെ ഭർത്താവിന് വേണ്ടി അയോധ്യ തന്നെ ഉപേക്ഷിച്ചിരുന്നില്ലേ? പക്ഷെ എൻ്റെ മോളെ, നീയാണെങ്കിലോ അഭിക്ക് വേണ്ടി അഗ്നി പരീക്ഷ നേരിടുകയാ. ഒറ്റ തവണ കൂടി ഈ പരീക്ഷ ഒന്ന് നേരിടും മോളെ. ഒരു പ്രാവശ്യം കൂടി ബലിയാടാകൂ. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് തന്നെ. ഇല്ല മോളെ, ഇല്ല. കൂടെ ഉണ്ടായിരിക്കാൻ, കൂടെ താമസിക്കണമെന്നൊന്നുമില്ല.
അവൻ നിന്നിൽ നിന്ന് അകന്ന് താമസിക്കും. പക്ഷെ നിന്റെ മനസ്സിൽ നിന്നല്ല. അവൻ അറിയുക പോലുമില്ല. അവന്റെ മനസ്സിനുള്ളിൽ നിനക്ക് വേണ്ടി എന്നേക്കുമായി പ്രണയമുണ്ടെന്ന് പോലും. പിന്നെ നിങ്ങൾ രണ്ടുപേരിലും എത്ര നാൾ ഈ പ്രണയമുണ്ടാകുമോ അതുവരെ നിങ്ങൾ ഒരിക്കലും വേർപിരിയില്ല മോളെ. പക്ഷെ മോളെ, അവനിൽ നിന്ന് നിന്നോട് അകന്നിരിക്കാൻ മാത്രമാ ഞാൻ പറയുന്നത്, അല്ലാതെ വേർപിരിയാനല്ല പറയുന്നത്. വേർപിരിയാനല്ല കുഞ്ഞെ. നോക്കൂ മോളെ, ഞാൻ നിന്റെ മുമ്പിൽ യാചിക്കുകയാണ്. എന്റെ അഭിയുടെ സന്തോഷത്തിന് വേണ്ടി, എന്റെ അഭിയുടെ ജീവിതത്തിന് വേണ്ടി നീ ഇവിടെ നിന്ന് പോകൂ. ഈ വീടിനെ ഉപേക്ഷിച്ച് നീ നിന്റെ വീട്ടിലേക്ക് പോകൂ മോളെ. പോകൂ, പൊയ്ക്കോ മോളെ.